ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ Gtechൻ്റെ 5.1 റിമോട്ട് കിറ്റാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ഹോം തിയേറ്റർ ഇത് സെറ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇത് ഇപ്പോൾ നമ്മുടെ ഓഡിയോ സോഴ്സ് നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ ഫിലിം അതിൻ്റെ അകത്ത് 5.1 ഔട്ട് കിട്ടും, ഡിജിറ്റൽ ഔട്ടായിട്ട് കിട്ടും. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്ത് ഇത് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ടി വിക്കകത്ത് സെറ്റിങ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ MIയുടെ ടി വിയാണ്. ഇതിൻ്റെ അകത്ത് സെറ്റിംഗ് എടുത്ത് അഡീഷണൽ സെറ്റിംഗ് എടുത്തിട്ട് ഡിവൈസ് പ്രിഫറൻസ് അതിൻ്റെ അകത്ത് സൗണ്ട് എടുക്കണം. ഓരോ ടി വിയിലും വ്യത്യാസം കാണും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഫോർമാറ്റ്, അത് നമ്മൾ ഡിജിറ്റൽ PCയും ഉണ്ട്, ഡിജിറ്റൽ പാസ് ത്രൂ ഉണ്ട്. ഡിജിറ്റൽ പാസ് ത്രൂ ഇട്ടാലേ നമുക്ക് ഡിജിറ്റൽ ഇതായിട്ട് 5.1 ഇത് ഡോൾബി നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇട്ടാലേ നമുക്ക് ഈ ഒരു ഇതെടുക്കുമ്പോൾ സിനിമ അതിൻ്റെ അത് ഫിലിം ഓരോ സീരീസും എടുക്കുമ്പോൾ 5.1 എന്ന് കാണിക്കത്തുള്ളൂ. 5.1 ആണെങ്കിൽ, ഇല്ലെങ്കിൽ 5.1 ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് ടി വിയിൽ നിന്ന് അതിൻ്റെ അകത്ത് നെറ്റ്ഫ്ലിക്സിൻ്റെ അത് കണ്ടൻറ്റാണോ അതിൽ നിന്ന് USB വഴിയായാലും കിട്ടും. അതിൽ നിന്ന് ഡിജിറ്റൽ ഔട്ട് നമ്മൾ കോആക്സിൽ വഴിയിൽ ഒരു കൺവേർട്ടർ, ഡിജിറ്റലിനെ അനലോഗ് ആക്കി മാറ്റുന്ന ഒരു കൺവേർട്ടറാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 6 ചാനൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും, 5 സ്പീക്കറും ഒരു സബ് ഇതുമായിട്ട്. അതിൽ നിന്ന് നേരെ നമ്മളെ Gtechൻ്റെ ബോർഡിൻ്റെ അകത്ത് വന്നിട്ട് അതിൽ നിന്ന് ഔട്ട് ഓരോ ആംപ്ലിഫയർ ചെയ്ത് നേരെ സ്പീക്കറിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് മൊത്തം കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ ബോർഡ് ഇത് നോക്കാം. ഇതാണ് Gtechൻ്റെ ബോർഡ്. വളരെ ഇത് മേടിച്ചപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് മേടിച്ചത് 1400 രൂപ റേഞ്ചിലാണ് ഇത് വാങ്ങിയത്. പലയിടത്തും വില വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡാണ്. ഇതിൻ്റെ അകത്ത് 5 ഓഡിയോ ഇൻപുട്ട് വരും. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച കൺവേർട്ടർ ചെയ്യുന്നു 5 ചാനലിൽ നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇൻപുട്ട് കൊടുക്കും. ഇതിൽ നിന്ന് ഇൻപുട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ തന്നെ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് നമ്മൾ 5 ചാനൽ നേരെ ആംപ്ലിഫയറിലോട്ട് കൊടുക്കും. ഇതിൽ പ്രീ ആമ്പും ചെയ്യാം. നമുക്ക് വോളിയം ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ ചാനലിൻ്റെയും ഓരോ സ്പീക്കറിൻ്റെ ഫ്രണ്ടിലത്തെ റിയർ, സെൻറ്റർ, സബ് അങ്ങനെ എല്ലാ ഓരോന്നിൻ്റെയും നമുക്ക് പവർ വോളിയം സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. 5.0 5.1 പിന്നെ ഒരു ഡിസ്പ്ലേ പോർട്ടും, അതിൻ്റെ അകത്തൊരു ഡിസ്പ്ലേ നമുക്ക് വോളിയം ഇത് കാണിക്കാനും ഇൻപുട്ട് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അത് കണക്ട് ചെയ്യുന്നതാണ് ഡിസ്പ്ലേ പോർട്ട്. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. അതിൻ്റെ അകത്ത് വോളിയം ഇതെല്ലാം കാണിക്കും. ഇതെല്ലാം ഇതിൻ്റെ കൂടെ കിറ്റിൻ്റെ കൂടെ ഈ വയറും പിന്നും എല്ലാം കിട്ടുവാണ്. നമ്മൾ ജസ്റ്റ് സോൾഡ് ചെയ്ത് കുറച്ച് കൊടുത്താൽ മതി. ഇതെൻ്റെ മാസ്റ്റർ വോളിയം. ഇതാണ് മാസ്റ്റർ വോളിയം. നമ്മൾ ആമ്പിൻ്റെ ഫ്രണ്ടിൽ വലിയ മാസ്റ്റർ വോളിയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് അല്ലാതെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്ത് നോക്കുന്നേ ഉള്ളൂ. എല്ലാം ഈ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കൊടുത്താൽ മതി. ഇത് പിന്നെ പവർ സപ്ലൈ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് 12 വോൾട്ടാണ് നമുക്കിതിന് വേണ്ടത്. എല്ലാം ഈ ബോർഡിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നമ്മൾ കണക്ട് ചെയ്ത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, സെൻറ്റർ, സബ് പിന്നെ ഗ്രൗണ്ട്, എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് ഒറ്റ രീതി കണക്ട് ചെയ്യുക. ഔട്ടും അത് കണക്കെടുക്കുക. ഗ്രൗണ്ട് ഇത് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇതുമെല്ലാം അതിൻ്റെ സെറ്റിങ്ങും ഗെയിൻ മോഡ് സെറ്റ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഈ അതിൻ്റെ കൂടെ കിട്ടുന്ന പേപ്പറിൽ നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെ കണക്ട് ചെയ്യണം, വേറെ മറ്റേ MP3 മൊഡ്യൂൾ കണക്ട് ചെയ്യുന്നതും അതിൻ്റെ ഇതുമെല്ലാമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അതൊന്നും കണക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് 5 ചാനൽ ഇന്ന് കൊടുക്കുന്നു, ഔട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5.1 ആമ്പ് നമുക്കൊരു കുറഞ്ഞ വിലയിൽ നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ മറ്റേ ടി വിക്കകത്ത് ഡിജിറ്റൽ പാസ് ത്രൂ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോളിയം കൺട്രോൾ ടി വിക്കകത്ത് പറ്റത്തില്ല. ഈ ഒരു ഇതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് വോളിയം ചെയ്യാൻ പറ്റൂ. കൂടെ തന്നെ നമ്മളായിരുന്ന ഒരു പഴയ 2 സ്പീക്കർ ബോക്സ് എടുത്ത് തട്ടിക്കൂട്ടി ഒന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് 2 ഊഫറും മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് ആ 2 ഇതാണ് ഇരിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ ചീപ്പായിട്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നമുക്ക് കിട്ടാം. 350 രൂപ ആ റേഞ്ചേ ഉള്ളൂ, 300-350 രൂപ ഉള്ളൂ ഒരു ഊഫറിന്. ഇത് 6 ഇഞ്ചിൻ്റെ ഊഫർ ഇതാണ്. ഇതിൻ്റെ അകത്ത് സബ് ഊഫർ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. സാധനം വോക്കലും ഇതും കിട്ടുന്ന മിഡ് റേഞ്ച് സാധനമാണ്.
6 ആണെങ്കിലും വലിപ്പം വലിയ ബോക്സ് സ്പീക്കർ ആണെങ്കിലും ഒരു 40-50 വാട്ട്സൊക്കെ അത്രേ കിട്ടത്തുള്ളൂ. കുറഞ്ഞ സംഭവമാണ്. പക്ഷെ നമുക്ക് വോക്കലിന് ഇത് തന്നെ ധാരാളം നമുക്ക് സൗണ്ട് തന്നെ കിട്ടാൻ. പിന്നെ നമ്മൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പീക്കറും വെച്ചിട്ട് നമ്മൾ നല്ലൊരു 12 ഇഞ്ചിൻ്റെ നല്ലൊരു സബും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബേസിന് നല്ലൊരു ഡെപ്തും ഇതുമെല്ലാം കിട്ടും. നല്ലൊരു ഹോം തിയേറ്റർ നമുക്ക് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. നല്ലൊരു 12 ഇഞ്ചിൻ്റെ ബേസ് വരുമ്പോൾ തന്നെ നല്ലൊരു ഡെപ്ത് കിട്ടും. ഇതിൻ്റെ അകത്തെല്ലാം ജസ്റ്റ് വോക്കൽ ഇടി ഇതൊന്നും വരത്തില്ല, ജസ്റ്റ് സൗണ്ട് ഇത് മാത്രം വരുന്നതുകൊണ്ട് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു സ്പീക്കർ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ പെട്ടിയൊന്നും എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം ഒക്കെ ആക്കി വെച്ച് നമ്മളങ്ങനെ സ്പീക്കർ ഇതെല്ലാം അതിനകത്ത് ഫിറ്റ് ചെയ്ത് പുറത്ത് നമ്മളൊരു റാപ്പ് ചെയ്യുന്നൊരു വിനൈൽ സ്റ്റിക്കറും മേടിച്ച് ഒട്ടിച്ച് മൊത്തത്തിൽ കൊണ്ട് കറക്റ്റായില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് മേടിച്ച് ഒട്ടിച്ചാൽ മതി. ഇതാണ് നമ്മൾ ആമ്പ്. ഇതിൻ്റെ അകത്താണ് എല്ലാം. ഇത് 2 ചാനൽ ആമ്പായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ബാക്കി വേറെ ആമ്പും കൂടെ വെച്ച് നമ്മൾ ആ Gtechൻ്റെ ബോർഡും വെച്ച് എല്ലാം ജസ്റ്റ് തൽക്കാലത്തേക്കൊന്ന് സെറ്റ് ചെയ്തതാണ്. അതാ വേറെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടത് 120 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ, അതിലാണ് നമ്മൾ ഈ ബോക്സ് കൊടുത്തേക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് വേറെ പവർ സപ്ലൈയിലാണ് കൊടുത്തേക്കുന്നത്. അത് നേരെ ഡിജിറ്റൽ വന്ന് 6 ചാനലാക്കിയിട്ട് നേരെ Gtech ബോഡി അതിൻ്റെ അകത്ത് വന്നിട്ട് അതിൽ നിന്ന് ഔട്ട് വന്നു അതിൻ്റെ ഡിസ്പ്ലേ ബാക്കി അത് ഊരി കിടക്കുവാണ്. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഔട്ട് നേരെ നമ്മൾ ഓരോ ആംപ്ലിഫയറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ആംപ്ലിഫയറാണ് ഇരിക്കുന്നത്. ഒന്ന് റിയറിന് വേണ്ടിയിട്ടും ഒന്ന് ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടും. പിന്നെ സെൻറ്റർ സെപ്പറേറ്റ് വേറെ ക്രിയേറ്റീവ് രീതി കൊടുത്തേക്കുവാണ്. ഇത് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റിനും വേണ്ടിയിട്ടുള്ള ഇതാണ്. അതിൻ്റെ പവർ സപ്ലൈ നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. ഇത് 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ വന്നിട്ട് നേരെ 24 ആക്കി അതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത്. ഇത് അതിൻ്റെ റിമോട്ടിൽ 5.1 കൊടുക്കുമ്പം ആ ചാനൽ തന്നെ. പിന്നെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ബട്ടൺസ് കുറച്ചേ ഉള്ളൂ. വോളിയം, സബ്, ഇത് ഫ്രണ്ട് ചാനൽ, റിയർ, സെൻറ്റർ, ഇത് മ്യൂട്ട്, ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഓരോന്ന് DTH, DVD അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് സോഴ്സ് സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ റിമോട്ടിൻ്റെ. റിമോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഇത് മതി. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്പീക്കറിൻ്റെ ഇത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള സാധിക്കും. സെപ്പറേറ്റ് സബ് നോക്കുമ്പോൾ ഇതാണ് ഒരു പവർ സപ്ലൈ സെറ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ഒരു സബ് കൊടുക്കുക. ഇത് ഡൈനറ്റിയുടെ ഒരു 10 ഇഞ്ചിൻ്റെ സബ്ബാണ്. സബ് വെക്കുമ്പോൾ നമുക്കൊരു 12 ഇഞ്ചൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഡെപ്തും നല്ലൊരു ഇതും കിട്ടും. സബ് 12 ഇഞ്ചൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 10-15 രൂപ എങ്ങനെ ആയാലും ആ റേഞ്ച് വരും. എന്നാൽ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വില കുറഞ്ഞ രീതിയിൽ എങ്ങനെയായാലും അത്യാവശ്യം ഒരു 10 രൂപ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം കൂടെ ഒരു ചിലവ് വരും. പഴയ ആമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളായിട്ട് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് ചുരുക്കി എടുക്കാം. ഇത് റിയർ സ്പീക്കർ നമ്മൾ റിയർ ക്രിയേറ്റീവിൻ്റെ 2 ലെഫ്റ്റും റൈറ്റും കൊടുത്തേക്കുന്നത്. നമുക്ക് വലുതോ ചെറുതോ അങ്ങനെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു 5.1 ഹോം തിയേറ്റർ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം. നല്ല ഔട്ട്പുട്ടും കിട്ടും.